ഇവിടെ നിലനിൽക്കുന്ന വികാരം പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ്. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതെ, ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ട്, ജനങ്ങളുടെ മനോഭാവത്തിലുണ്ട്. ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ഈയിടെ ഒരു ജാഥ നടത്തിപ്പോയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ 2 സുഹൃത്തുക്കൾ. ആ ജാഥ പോയ രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ജാഥയുടെ ഉൽപ്പന്നം എന്താ? ആ ജാഥയുടെ ഉൽപ്പന്നം നമ്മുടെ ഈ 2 പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഉള്ള ജനപിന്തുണയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു എന്ന വസ്തുത ഒരു ഭാഗത്ത്, ആ വലിയ തിരിച്ചടിയിലുള്ള നിരാശയിൽ നിന്ന് ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്പര പെരുമാറ്റത്തിൽ ദൃശ്യമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ വിഷമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ അനുകൂല മനോഭാവം കൊണ്ട് തന്നെയാണ് ഒരു തുടർഭരണം കേരളത്തിലുണ്ടായത്. അത് നമ്മൾ കണ്ടുപോകണം. ആ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് ഇതിനേക്കാൾ വലിയ പ്രചരണമാണ് ഗവൺമെൻറ്റിനെതിരായിട്ട് വേണ്ടി നടത്തിയത്. അത് മറക്കാനും പറ്റില്ല. ഇപ്പോൾ നടത്തുന്ന പ്രചരണം ഉണ്ടല്ലോ UDF കളവുകളിലൂടെ രൂപപ്പെടുത്തിയത്. ഇതിനേക്കാൾ വലിയ പ്രചരണമില്ല നടന്നത്. പക്ഷേ ജനങ്ങൾക്ക് വസ്തുതകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട് 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യത്തിൽ ഏറ്റവും സ്വീകാര്യതയുണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും അതിൻ്റെ നിലപാടുകൾക്കും. ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളി ഇന്ത്യൻ ഫെഡറലിസത്തിനെതിരെ നേരിടുന്ന കൂടിയാണ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റം, സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായ നിലനിൽപ്പ് അപകടപ്പെടുത്തുന്ന കേന്ദ്ര നിലപാട്, കോർപ്പറേറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക അവകാശങ്ങളെയാണ് കവർന്നെടുക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റിന് എത്ര ലക്ഷമാണ് കോടി റുപ്യ വേണമെങ്കിൽ കൊടുക്കാം, സംസ്ഥാനങ്ങൾക്ക് 1000 കോടി റുപ്യ കൊടുക്കുന്നത് പിടിച്ചു വയ്ക്കാണ് വരും. അപ്പോൾ അത് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളോടുള്ള വളരെ വിരോധപരമായ സമീപനം, ഇന്ത്യൻ ഭരണഘടനയുടെ പൂർണ്ണമായ നിഷേധം നടത്തുക, ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇത് ആ നിലയിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് എന്ന് ഇന്ത്യൻ സമൂഹത്തിനോട് പറഞ്ഞത് കേരള ഗവൺമെൻറ്റാണ്. വലിയ തരത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചരിത്രപരമായ ചില പങ്കുകൾ നിർവഹിക്കുന്ന സംസ്ഥാന ഭരണമാണ്. ഇന്ത്യയിലെ ഫെഡറലിസം നിലനിൽക്കണോ, ഇന്ത്യയിലെ മതനിരപേക്ഷത നിലനിൽക്കേണ്ടതുണ്ടോ, ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ മൗലികാവകാശങ്ങൾ നിലനിൽക്കേണ്ടതുണ്ടോ, ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ അത് സംരക്ഷിക്കണം എന്ന ശരി ഉത്തരത്തിൻ്റെ ഏറ്റവും വലിയ വക്താവാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചവരാണ്. സാമൂഹ്യ തുല്യതയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണിത്. പാവങ്ങൾക്ക് കൂടി മൗലിക അവകാശങ്ങൾ വകവെച്ച് കിട്ടിയിട്ടുള്ളൊരു നാടാണ്. അത്തരമൊരവസ്ഥ സൃഷ്ടിച്ചത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ഇപ്പോഴും കേരളത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും നിങ്ങളിത് കാണില്ല. ഈ അപകടകരമായൊരു കാലത്ത് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്താനുള്ള സമഗ്രമായൊരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു ഭരണവും ഇന്ത്യയിലില്ല. അത് നരേന്ദ്രമോദിക്കുമില്ല, ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇല്ല. അതെല്ലാം ചേർന്നിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള സംസ്ഥാന ഭരണമാണിത്. ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നതും ഇതുപോലെയാവണം ഞങ്ങളുടെ നാട്ടിലും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭരണം എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും കാണുന്നത്. മറ്റേത് പ്രതിപക്ഷത്തിന് പിണറായി വിജയൻ നല്ല രീതിയെന്ന് പറയാൻ പറ്റും. അത് പറ്റാത്തതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയും. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി.